നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പയൽ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ശത്രു ആരാണ്, അവർക്ക് കർമ്മയുടെ എന്ത് തിരിച്ചടിയാണ് ഉടനെ ലഭിക്കാനായിട്ട് പോകുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ ശത്രുവിൻ്റെ എനർജി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന ദ ഹൈ പ്രീസ്റ്റസ്, 5 ഓഫ് കപ്സ്, ജസ്റ്റിസ് എന്നീ കാർഡുകളുടെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഉള്ളിൽ കപടത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. അതായത് അവർ പുറമേ വളരെ ശാന്തരായിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങളെ സഹായിക്കുന്നത് പോലെയൊക്കെ അവർ അഭിനയിക്കുന്ന ഒരു ആളാണ്. നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ രഹസ്യങ്ങളും ബലഹീനതകളുമൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പോലും അറിയാതെയാണ് അവർ നിങ്ങൾക്കെതിരെ ഓരോ കരുക്കളും നീക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇതാ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി നിങ്ങളോട് പറയുന്നത് ആ വ്യക്തി ഒരിക്കലും നിങ്ങളോട് നേർക്ക് നേർ എതിർപ്പ് കാണിക്കാത്ത, നിങ്ങളോട് വിരോധം കാണിക്കാത്ത ഒരു ആളാണെന്നാണ്. അവർ നിങ്ങളോട് വളരെ നന്നായി അടുപ്പത്തോടെ സംസാരിക്കുകയും എന്നാൽ ഉള്ളിൽ അസൂയയും കുശുമ്പും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നെഗറ്റീവ് എനർജിയുള്ള ഒരു ആളാണ്. ഇവിടെ വളരെ നിഗൂഢമായ ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ അവർ ഒട്ടും തൃപ്തരല്ല എന്നുള്ളതാണ് 5 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ സങ്കടപ്പെടുത്തണം, നിങ്ങളുടെ സങ്കടം കാണണം, നിങ്ങളുടെ വിജയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ, നല്ല കാര്യങ്ങൾ ഇവയൊക്കെ തടസ്സപ്പെടുത്തണം എന്നൊക്കെ ഇവർ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ നിങ്ങളെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാനും നിങ്ങളുടെ കൂട്ടുകെട്ടുകളൊക്കെ തകർക്കാനും അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ തകർന്നിരിക്കുന്നത്, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് കാണാനായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യമെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ശത്രു പുറമേക്ക് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന എന്നാൽ ഉള്ളിൽ നിങ്ങളോട് കടുത്ത അസൂയയും കുശുമ്പുമൊക്കെയുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. ഇനി അവർക്ക് കർമ്മയുടെ എന്ത് തിരിച്ചടിയാണ് ഉടനെ ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ജസ്റ്റിസ് കാർഡിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്തു കൂട്ടിയ എല്ലാ ചതികൾക്കുമുള്ള തിരിച്ചടി കൊടുക്കാനായിട്ട് പ്രപഞ്ചം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. തെറ്റായ വ്യക്തിയെ ഒരിക്കലും കർമ്മ വെറുതെ വിടില്ല എന്നതിൻ്റെ സൂചനയാണിത്. ഇവിടെ നിങ്ങളറിയാതെ നിങ്ങളെ അവർ എത്രമാത്രം വിഷമിപ്പിച്ചോ അതേപോലെ തന്നെ വലിയ മാനസിക തകർച്ചയിലേക്ക് അവരും പോകുന്നതാണ്. അവർ ചെയ്ത തെറ്റുകളെ ഓർത്ത് ഭാവിയിൽ അവർക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരുന്നതാണ്. ഇവിടെ നിങ്ങളെ വീഴ്ത്താനായിട്ട് അവർ ഒരുക്കിയ കുഴിയിൽ അവർ തന്നെ പോയി വീഴുന്നതാണ്. അവരുടെ കപടമുഖം എല്ലാവരുടെയും മുന്നിൽ തുറക്കപ്പെടും. അതിലൂടെ നിങ്ങളുൾപ്പെടെയുള്ള വിശ്വസ്തരായ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും അവരെ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ്. തനിച്ചായി പോയതുപോലെ അവർക്ക് അനുഭവപ്പെടുന്നതാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു നിരാശയും വിഷമവും അവരെ നിരന്തരം വേട്ടയാടുന്നതാണ്. ഇവിടെ അവർ ചെയ്ത തെറ്റുകളുടെ ഫലം വലിയ ഒരു മാനസിക അസ്വസ്ഥതയായിട്ടാണ് അവർക്ക് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകളെ മുൻകൂട്ടി നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരോട് പ്രതികാരം ചെയ്യാനായിട്ട് നിങ്ങൾ പോവേണ്ടതില്ല. കാരണം പ്രപഞ്ചം അവർക്ക് കർമ്മയുടെ തിരിച്ചടി നൽകാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അതിനാൽ തന്നെ എല്ലാം പ്രപഞ്ചത്തിൽ വിട്ടുകൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത്
മുന്നോട്ട് പോവുക. കാരണം വിജയം ഇനി നിങ്ങളുടെ കൂടെ തന്നെയാണെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന 4 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് വാൺസ് എന്നീ കാർഡുകളുടെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി അസൂയയോടെയും കടുത്ത മത്സരബുദ്ധിയോടെയും ജീവിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ വളരെയധികം സ്വാർത്ഥ മനോഭാവമുള്ള ഒരു ആളാണ് അവർ. പണമായാലും പദവിയായാലും വിജയമായാലും അതൊന്നും മറ്റാർക്കും ലഭിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ കയ്യിലുള്ള നല്ല കാര്യങ്ങൾ കണ്ട് അവരുടെ ഉള്ളിൽ കടുത്ത അസൂയ അനുഭവപ്പെടുന്നുണ്ട്. കാരണം എല്ലാം തനിക്ക് മാത്രം മതിയെന്ന ചിന്താഗതിയാണ് അവർക്കുള്ളത്. നിങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് എപ്പോഴും അവർ നിരീക്ഷിക്കാറുണ്ട്. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് നിരന്തരം പ്ലാൻ ചെയ്യുന്ന ഒരു ആളാണ് അവർ. അതിനുവേണ്ടി അവരുടെ എത്ര സമയം വേണമെങ്കിലും മാറ്റി വയ്ക്കാനായിട്ട് അവർ തയ്യാറാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് ആ ഒരു വ്യക്തിയിൽ ദേഷ്യവും ഈഗോയുമൊക്കെ വളരെ കൂടുതലായിട്ട് ഉള്ള ഒരു ആളാണെന്നാണ്. അതായത് അവർ പറയുന്നത് മാത്രമാണ് എപ്പോഴും ശരി എന്നാണ് അവരുടെ വിചാരം. അതുപോലെ തന്നെ എല്ലാവരും അവർക്ക് കീഴിൽ ആയിരിക്കണമെന്നാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശക്കാരാക്കാനും അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിജയങ്ങളൊക്കെ പലപ്പോഴും അവരുടേതാക്കി മാറ്റാനായിട്ട് പല തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കർമ്മയുടെ ശക്തമായ ഒരു തിരിച്ചടി അവർക്ക് ഉടനെ ലഭിക്കാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർ അങ്ങേയറ്റം ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ അധികാരമോ പദവിയോ ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയോ അവർക്ക് വന്നു ചേരുന്നതാണ്. അവർ സാമ്പത്തികമായിട്ട് വലിയൊരു നഷ്ടം തന്നെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള എല്ലാ ശ്രമങ്ങളും വെറുതെ ആവുന്നതാണ്. അവരുണ്ടാക്കിയ പ്ലാനുകളൊക്കെ അവർക്ക് തന്നെ വിനയായിട്ട് മാറുന്നതാണ്. അവരുടെ കടുത്ത ഈഗോയും ദേഷ്യവും മൂലം അവരുടെ കൂടെയുള്ളവർ തന്നെ അവരെ വിട്ടു പോകുന്നതാണ്. ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഒക്കെയുള്ള അവരുടെ സ്വാധീനം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതാണ്. ഇവിടെ അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നീങ്ങാതെ വരുമ്പോൾ അതവരിൽ കടുത്ത നിരാശയുണ്ടാക്കുന്നതാണ്. മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും ജയിച്ചു നിൽക്കാനായിട്ട് മാത്രം ആഗ്രഹിച്ച അവർക്ക് തോൽവികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏറ്റുവാങ്ങേണ്ടി വരുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്തിയ അസത്യങ്ങളും കള്ളത്തരങ്ങളുമൊക്കെ അവർക്ക് നേരെ തന്നെ തിരിയുന്നതാണ്. ഇവിടെ അവർ നേരിടാൻ പോകുന്ന കർമ്മയുടെ തിരിച്ചടിയിലൂടെ ചില പാഠങ്ങൾ അവർ പഠിക്കുന്നതാണ്. അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ അതിൻ്റെ ഫലം ഇരട്ടിയായിട്ട് തിരികെ കിട്ടും എന്ന ഒരു ബോധ്യം അവർക്ക് വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ വലിയ ഒരു സംരക്ഷണവും നീതിയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങളുടെ സ്ഥാനവും ബഹുമാനവുമൊക്കെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ മാത്രം എപ്പോഴും നിൽക്കണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ ശത്രുവിൻ്റെ കൺമുന്നിൽ തന്നെ നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആരോടും വൈരാഗ്യം വെച്ച് പുലർത്തേണ്ടതില്ല. നിങ്ങളുടെ ജോലിയിലും ലക്ഷ്യത്തിലും മാത്രം പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കുക. കർമ്മ അതിൻ്റെ വഴിക്ക് കൃത്യമായിട്ട് നീങ്ങും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ
നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.